Hi guys, welcome to VLAN Study Platform Fast News GS Paper 1 Polity related article ആണ് 27% for OBC, 10% for EWS in National Quota Medical Seats. സോ ടോപ്പിക്ക് റിസർവേഷൻ ആണ്. സോ റിസർവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പൊളിറ്റിയുടെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ ക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ട. 1986 ഓൾ ഇന്ത്യ കോട്ട സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ്സിലുള്ള സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനാണ്. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പം അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടിയുടെ കയ്യിലുള്ള മെറിറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ അവൈലബിൾ ആയിരിക്കണം. സോ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കുട്ടിയുടെ മെറിറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ അവൈലബിൾ ആവാൻ വേണ്ടിയാണ് ഓൾ ഇന്ത്യ കോട്ട സിസ്റ്റം കൊണ്ടുവന്നത്. 2007 ഈ ഒരു റിസർവേഷൻ കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ SC സ്റ്റുഡൻസിന് 15%, ST സ്റ്റുഡൻസിന് 75% എന്ത് ചെയ്തു, കോട്ട കൊടുത്തു. 2019 മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞു എന്താണ്, OBCക്കും ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ കോട്ട ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ കൊടുക്കണം, അതിന് ഒരു ഡിലേയും ഉണ്ടാവാൻ പാടില്ല എന്ന്. സോ ഇതിൻ്റെ ഫലമായിട്ട് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി OBCക്ക് 27%, ഒപ്പം തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ അനൗൺസ് ചെയ്തു. ഈ ഒരു ന്യൂസ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സീറ്റ്സിൽ എന്താണ് നാഷണൽ കോട്ടയിൽ 27% OBCക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യയിലുള്ള ഏജ് ഓൾഡ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഒരു റിസർവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത്. നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ സെക്ഷൻ ഓഫ് കാസ്റ്റുകളുണ്ട് അല്ലേ. ഈ കാസ്റ്റുകളിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീണ്ടും സെക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു ഒരു പാറ്റേൺ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ കാണാൻ പറ്റും. ഇതിനെയാണ് ഏജ് ഓൾഡ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് റിസർവേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഈ ഓരോ സെക്ഷനും ഏൻഷ്യൻ ടൈം തൊട്ട് ഇന്ന് വരെ നിൽക്കുമ്പം ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടുണ്ട്. സോ ഇവർ ഹിസ്റ്റോറിക്കലി നേരിടേണ്ടി വന്ന ഇൻജസ്റ്റിസ് പരിഹരിക്കാൻ വേണ്ടിയാണ് റിസർവേഷൻ സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഡിസ്ക്രിമിനേഷനാണ്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ 1882 വില്യം ഹണ്ടറും ജ്യോതിറാവോ ഭൂലെയുമാണ് ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഐഡിയ ഡെവലപ്പ് ചെയ്തത്. സോ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ സിസ്റ്റം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് 1933 1933 എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റാംസെ മക്ഡൊണാൾഡ് ആണ് എന്ത് ചെയ്തത്, കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ എലക്ഷൻസ് വരുമ്പം ഓരോ കാസ്റ്റിനും സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആണ് ഉള്ളത്. സോ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് സിസ്റ്റം ഫോർ മുസ്ലിം, സിഖ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യൻസ്, ദളിറ്റ്സ്, ഇങ്ങനെയുള്ള രീതിയിൽ ഓരോ എലക്ഷനിലുള്ള ഈ ഒരു സെപ്പറേഷൻ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് കൊണ്ടുവന്നു. പിന്നീട് ഗാന്ധിജിയുടെയും അംബേദ്കർ സാറിൻ്റെയും നെഗോസിയേഷൻ്റെ ഫലമായിട്ടാണ് പൂന പാക്ട് സൈൻ ചെയ്യുന്നത്. സോ പൂന പാക്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിലീജിയനുള്ളിൽ തന്നെ പല സെക്ഷൻസും ഉണ്ടായിരിക്കും അല്ലേ. ഈ സെക്ഷൻസിന് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട. അതായത് ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർക്കൊരു സിംഗിൾ ഇലക്ട്രേറ്റ് മതി, അതിനുള്ളിൽ പിന്നീട് അവർക്ക് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി. അതാണ് പൂന പാക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം SCക്കും STക്കും മാത്രമേ റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നീട് OBCക്ക് ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത് 1991 1978 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടി ഒരു കമ്മീഷനെ സെറ്റപ്പ് ചെയ്തു. ഈ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BP മണ്ഡൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ കമ്മീഷനെ മണ്ഡൽ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ ഈ ഒരു കമ്മീഷൻ ഫോം ചെയ്യാനുള്ള മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള സോഷ്യലിയും എഡ്യൂക്കേഷനിലും ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്ത് ക്രൈറ്റീരിയയിലാണ് ഈ ക്ലാസ്സുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് കൊണ്ട് ഈ ക്ലാസ്സുകളെ അഡ്വാൻസ് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാനാണ് ഈ കമ്മീഷൻ ഫോം ചെയ്തത്. മണ്ഡൽ കമ്മീഷൻ്റെ കൺക്ലൂഷൻ ഇതായിരുന്നു, ഇന്ത്യൻ പോപ്പുലേഷനിൽ 52% കൂടുതൽ OBC കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 27% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഒപ്പം തന്നെ
ഇത്തരത്തിലുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 11 ഇൻഡിക്കേറ്റേഴ്സും ക്രൈറ്റീരിയാസും പ്രൊവൈഡ് ചെയ്തു. ഈ ഒരു കമ്മീഷൻ്റെ റിസൾട്ടാണ് എന്ത് ചെയ്തത്, ഓൾ ഇന്ത്യ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന റിസർവേഷൻ കാറ്റഗറി ജനറേറ്റ് ചെയ്തത്. ഈ ഒരു മണ്ഡൽ കമ്മീഷനിൽ റെക്കമെൻഡേഷനിൽ OBCക്ക് 27% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എന്താണ്, ഹയർ കാസ്റ്റിലുള്ള എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സുകൾക്ക് 10% റിസർവേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോർട്ടിലെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് കേസാണ് ഇന്ദിര സാവ്നി കേസ് 1992 എന്ന് പറയുന്നത്. ഈ കേസിൻ്റെ ഫലമായിട്ട് സുപ്രീം കോർട്ട് OBCക്ക് 27% റിസർവേഷൻ എന്നുള്ളത് അപ്ഹോൾഡ് ചെയ്തു. എന്നാൽ നേരത്തെ പറഞ്ഞ കണക്ക് ഹയർ കാസ്റ്റിനിടയിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് 10% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു റെക്കമെൻഡേഷനെ സ്ട്രക്ക് ഡൗൺ ചെയ്തു. ഇത് കൂടാതെ ഈ ഒരു റിസർവേഷൻ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, സോ ആകെ കൊടുക്കുന്ന റിസർവേഷൻ ഉണ്ടല്ലോ, എല്ലാ ടോട്ടൽ റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പോപ്പുലേഷനിൽ 50% കൂടുതൽ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ക്രീമി ലെയറിനെ എന്ത് ചെയ്തു, റിസർവേഷൻ കാറ്റഗറിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തു. 2008 ഈ ഒരു എക്സ്ക്ലൂഷൻ നടന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇന്ദിര സാവ്നി കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത്. ഇന്ദിര സാവ്നി കേസിൽ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ കാസ്റ്റിലുള്ള എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് 10% റിസർവേഷൻ കൊടുക്കുന്നതിനെ തടഞ്ഞു. എന്നാൽ 2019 103ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ടെങ്കിൽ ആ കാറ്റഗറിക്കുള്ളിലുള്ള എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് ഗവൺമെൻറ് ജോബ്സിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും 10% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തു. ഒരു ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 15ൻ്റെയും 16ൻ്റെയും വയലേഷൻ അല്ലേ. കാരണം റിസർവേഷൻ എന്ന് പറയുമ്പം എന്താണ്, ഇപ്പോൾ ആർട്ടിക്കിൾ 15ഉം 16ഉം എല്ലാം ഇക്വാലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. സോ റിസർവേഷൻ എന്ന് പറയുമ്പം ഒരു കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഇടയിൽ ഒരു എന്താണ് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുവാണ് അല്ലേ. പക്ഷേ എന്ത് ചെയ്തു, ഇതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനാണ്. അതായത് വീക്കർ ആയിട്ടുള്ള സെക്ഷനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഡിസ്ക്രിമിനേഷനാണ്. സോ ഈ ഒരു അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നപ്പം ഈ ആർട്ടിക്കിൾ 15ലും കുറച്ച് ചേഞ്ചസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. അതായത് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞ ബേസിസിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള അമെൻമെൻറ്റ് ഈ ആർട്ടിക്കിൾ 15ലും 16ലും കൊണ്ടുവന്നു. കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പം പാർട്ട് 16ലാണ് ഈ ഒരു റിസർവേഷൻ ഓഫ് SC/ST ഡീൽ ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞല്ലോ, റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം ആർട്ടിക്കിൾ 15ലും 16ലും അമെൻമെൻറ്റ് കൊണ്ടുവരണം. സോ ആർട്ടിക്കിൾ 15 ക്ലോസ് 4ലും ആർട്ടിക്കിൾ 16 ക്ലോസ് 4ലുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വേരിയേഷൻസ് കൊണ്ടുവന്നത്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റിനും SC/STക്ക് ഗവൺമെൻറ് സർവീസിൽ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 4ലും ആർട്ടിക്കിൾ 16 ക്ലോസ് 4ലും കൊടുത്തിട്ടുള്ളത്. സോ ഇതിലേക്ക് SC/ST മാത്രമല്ലേ ഉള്ളൂ, OBCയും കൂടി ഇൻക്ലൂഡ് ചെയ്തത് 2005ലാണ്. 93rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 4ൽ OBCക്കും ഇത്തരത്തിലുള്ള റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അധികാരം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റിസർവേഷൻ വരുമ്പം ഗവൺമെൻറ് സർവീസിലേക്ക് ജോലി കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, ഇപ്പോൾ പ്രൊമോഷൻ വരികയാണെങ്കിൽ തന്നെയും എന്താണ് അവിടെയും എന്താണ് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. ഇത്തരത്തിലൊരു കാര്യം ഇൻസേർട്ട് ചെയ്തത് ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ക്യാപിറ്റൽ എയിലാണ്. 77th അമെൻമെൻറ്റ് ആക്ട് 1995 പ്രകാരമാണ് ഗവൺമെൻറ്റിന് പ്രൊമോഷനിലും എന്താണ് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പം പ്രൊമോഷൻ വരികയാണെങ്കിൽ സീനിയോറിറ്റിയുടെ ബേസിസിൽ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഈ ഒരു 77th അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. 81st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ 16 ക്ലോസ് ക്യാപിറ്റൽ B ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിൽ പ്രകാരം ഇപ്പം എന്താണ് SC/STക്ക് റിസർവേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇയറിൽ റിസർവേഷൻ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഈ റിസർവേഷൻ ഫില്ലായില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഈ ഫിൽഡ് അല്ലാത്ത സീറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റിന് എന്താണ് റിസർവ്ഡ് ആയിട്ട് വെക്കാൻ പറ്റും. അതായത് ഈ ഒരു അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസിയും കൂടി അടുത്ത വർഷവും കൂടി ആ ഒരു സീറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ആ ടൈമിൽ 50% റിസർവേഷൻ കഴിഞ്ഞു പോവുകയാണെങ്കിലും പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസിയും കൂടി ആഡ് ചെയ്തിട്ടാണ് അടുത്ത വർഷം ആ ഒരു വേക്കൻസി കാണിക്കുന്നത്. സോ ആ ടൈമിൽ 50% എന്ന് പറയുന്ന ആ ഒരു റിസർവേഷൻ ക്യാപ്പ് എക്സീഡ് ചെയ്താലും പ്രോബ്ലം ഉണ്ടാവില്ല.
ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ പാർലമെൻറ്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും SC/STക്ക് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 330യും ആർട്ടിക്കിൾ 332വും. ഇനി SC/STക്ക് പഞ്ചായത്തിൽ റിസർവേഷൻ കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 243 ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ഇനി അത് മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പം ആർട്ടിക്കിൾ 233 ക്യാപിറ്റൽ T. നെക്സ്റ്റ്, ഈ ഒരു റിസർവേഷൻ പോളിസി വരുമ്പം അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസിയെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല എന്നും അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻസി വരുമ്പം എന്താണ് SC/STയെ കൺസിഡറേഷൻ ചെയ്യണമെന്നും ക്ലെയിം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 335 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള മേജർ വേർഡിക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വേർഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വെസസ് ശ്രീമതി ചെമ്പക ദൊരൈരാജൻ കേസ് 1951 ആണ്. സോ ഈ ഒരു കേസിലാണ് ആദ്യമായിട്ട് റിസർവേഷന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ് നടത്തിയത്. സോ ആർട്ടിക്കിൾ 16 ക്ലോസ് 4ൽ അമെൻമെൻറ്റ് നടത്തിയിട്ട് ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടുന്ന റിസർവേഷനും കൂടി പ്രൊവൈഡ് ചെയ്തു. സോ ഈ ഒരു ആർട്ടിക്കിൾ 16 ക്ലോസ് 4ലെ പ്രൊവിഷൻസിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള അടുത്ത കേസാണ് M. നാഗരാജ് വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2006. സോ ഈ ഒരു കേസിൽ എന്താണ് ആർട്ടിക്കിൾ 16 ക്ലോസ് 4ലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ വാലിഡിറ്റി അപ്ഹോൾഡ് ആണ് ചെയ്തത്. ഈ ഒരു M. നാഗരാജ് കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർമെൻറ്റ്സ്, അതായത് ഈ ഒരു പ്രൊവിഷൻസിൽ ഈ ഒരു കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SC/ST സോഷ്യലി ആണെങ്കിലും എഡ്യൂക്കേഷണലി ആണെങ്കിലും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് നോക്കുവാണെങ്കിൽ തന്നെയും ഈ ഒരു കമ്മ്യൂണിറ്റി അഡിക്വേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞു, ഒരു റിസർവേഷൻ പോളിസിയും അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസിയെ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ SC/STയെ കൺസിഡർ ചെയ്തിട്ട് വേണം അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് പോകാൻ. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർനെയിൽ സിംഗ് വെസസ് ലക്ഷ്മി നാരായൺ ഗുപ്ത കേസ് 2018. ഇതിലെന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോബിൽ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പം റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അല്ലേ. ആ ടൈമിൽ സ്റ്റേറ്റ് ഒരു ഡയറ്റാസ് ഒന്നും കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ സീനിയോറിറ്റിയുടെ ബേസിസിൽ മാത്രം റിസർവേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി എന്നാണ് ഈ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ് വാക്സിനേറ്റിംഗ് ദി യങ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വാക്സിനേഷൻ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എഡിറ്റോറിയൽ ആർട്ടിക്കിളാണിത്. സോ നമുക്കറിയാം 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വാക്സിൻ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. 2 എലിജിബിൾ വാക്സിനാണ് ഇന്ത്യയിലുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡസ് കാൻറ്റിലാസ് സൈക്കോ ഡി. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ. സൈക്കോ ഡിയെ പറ്റി പറയുകയാണെങ്കിൽ 3 ഡോസിലുള്ള DNA പ്ലാസ്മിഡ് വാക്സിനാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ട്രയൽ അഡോളസെൻസ്, അതായത് 12 വയസ്സ് തൊട്ട് 18 വയസ്സിലുള്ള കുട്ടികളിലേക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 66.6% എഫിഷ്യൻസിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റാസ് സബ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രയൽസ് വരുമ്പം ഇപ്പോഴും ടെസ്റ്റിംഗ് ഓൺഗോയിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡേറ്റാസും അവൈലബിൾ അല്ല. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന കേസ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ 2 വാക്സിനാണ് US-ലുള്ളത്, ഫൈസറും മൊഡേണയും. സോ ഫൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ mRNA വാക്സിനാണ്. സോ എന്താണ് കുട്ടികൾ, അതായത് 12 വയസ്സിൽ മുകളിലുള്ളവർക്ക് ഈ വാക്സിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു അപ്രൂവൽ US കൊടുത്തിട്ടുണ്ട്. മൊഡേണയും ഇതുപോലെ US അപ്രൂവ് ചെയ്തിട്ടുള്ള വാക്സിനാണ്. ഇനി ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അഡോളസെൻസ് എന്ന് പറയുമ്പോൾ 12 വയസ്സ് തൊട്ട് 18 വയസ്സിനിടയിലുള്ള കുട്ടികളാണ് അല്ലേ. സോ ഏകദേശം ഒരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സിനിടയിലുള്ള കുട്ടികൾ. പാൻഡമിക് വന്നതോടുകൂടി സ്കൂൾസ് എല്ലാം തന്നെ ഷട്ട് ഡൗൺ ചെയ്തു അല്ലേ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ലേണിംഗ് മെക്കാനിസം ഇല്ല. ഇപ്പം ഓൺലൈൻ ലേണിംഗ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠനത്തെ നല്ല രീതിയിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പാൻഡമിക്കിന് കഴിഞ്ഞു. കുട്ടികൾ വാക്സിനേറ്റഡ് അല്ലാതെ സ്കൂൾസിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പം കുട്ടികൾ വാക്സിനേറ്റഡ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു വീട്ടിലേക്ക് വരുമ്പം ആ കുട്ടിയുടെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടല്ലേ. അവിടെ ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കുട്ടി ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും പിന്നീട് സ്കൂൾസിലേക്ക് വരുന്നത്. ഈ ഒരു കൺസേൺ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, സ്കൂൾസ് റീഓപ്പൺ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നിലവിലുള്ള വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അപ്രൂവൽ ഉള്ളൂ.
ഗ്ലോബൽ എക്സ്പീരിയൻസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഏജിൻ്റെ ബേസിസിലല്ല വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺട്രീസും എന്ത് ചെയ്യാണ്, അവരുടെ കയ്യിലുള്ള നിലവിലുള്ള വാക്സിന് ഡിഫറെൻറ്റ് ഡോസേജിലാണ് ഓരോ ഏജ് ഗ്രൂപ്പിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവർ സെയിം വാക്സിൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഏജ് ഗ്രൂപ്പിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ 18 വയസ്സിൽ കൂടുതലോ അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അല്ല നടത്തുന്നത്. എന്താ ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു രോഗത്തിൽ നിന്ന് ഒരു രോഗിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഇൻഫെക്ഷൻ ഉണ്ടാവാതെ ആ വ്യക്തിയെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡിഫറെൻറ്റ് ഡോസേജിൽ പല ഏജ് ഗ്രൂപ്പിനും സെയിം വാക്സിൻ തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ പോസിബിലിറ്റിയാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടുത്തെ മേജർ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം അഡൽട്ട് പോപ്പുലേഷന് വേണ്ടി വാക്സിനേഷൻ ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ ഒരു അഡൽട്ട് പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ തന്നെ 10% പേര് ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ളൂ. പക്ഷേ മറ്റ് കൺട്രീസ് നോക്കുവാണെങ്കിൽ അവിടെ വാക്സിനേഷൻ ഡ്രൈവ് ഫാസ്റ്റർ ആയിട്ടാണ് പോകുന്നത്. അവിടെ പോപ്പുലേഷൻ്റെ 50%-ത്തിൽ കൂടുതൽ അവർക്ക് വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലും ഇനി എന്താണ്, ഈ ഒരു കുട്ടികളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു വാക്സിനേഷൻ ഡ്രൈവ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അഡൽട്ട് വാക്സിനേഷൻ പോലും പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഫാക്ചർ കമ്പനീസിന് എന്താണ്, മന്ത്ലി പ്രൊഡക്ഷൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു കുട്ടികളിലേക്ക് വാക്സിൻ ഡ്രൈവ് എത്തിക്കണം എന്നുള്ള ആ ഒരു ആവശ്യകത ഉന്നയിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കൂൾസ് റീഓപ്പൺ ചെയ്യണം. സ്കൂൾസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ വാക്സിനേഷൻ എന്ത് ചെയ്യണം, കുട്ടികളിലേക്ക് എത്തണം. അതിനുവേണ്ടി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ഒരു സിഗ്നിഫിക്കൻസ് കൊണ്ടാണ് വാക്സിനേഷൻ ഡ്രൈവ് കുട്ടികളിലും കൂടുതലായിട്ട് എത്തിക്കണമെന്ന് ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്, ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ്. സോ ഇവിടുത്തെ ടോപ്പിക്ക് കമ്പൽസറി വാക്സിനേഷനാണ്. സോ ഈ ഒരു ആർട്ടിക്കിൾ വരാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി രജിസ്ട്രാർ ജനറൽ വെസസ് സ്റ്റേറ്റ് ഓഫ് മേഘാലയ എന്ന് പറയുന്ന കേസാണ്. മേഘാലയയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷോപ്പ് കീപ്പേഴ്സ്, ഒപ്പം തന്നെ ലോക്കൽ ടാക്സി ഡ്രൈവർ, ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ എന്താണ്, വാക്സിൻ എടുക്കാതെ എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് റെസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഓർഡർ എന്താണ്, ഹൈക്കോർട്ടിലെത്തി. സോ മേഘാലയ ഹൈക്കോർട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഡർ ഒരു പേഴ്സൻ്റെ പ്രിവസിയെയും ലൈഫിനെയും പേഴ്സണൽ ലിബർട്ടിയെയും വയലേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. സോ ആർട്ടിക്കിൾ 21 വയലേഷൻ ആണെന്നാണ് ഹൈക്കോർട്ട് പറഞ്ഞത്. സോ ഹൈക്കോർട്ടിൻ്റെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് വന്നതോടുകൂടി വീണ്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തു, അടുത്തൊരു ഓർഡർ റിലീസ് ചെയ്തു. ഈ ഓർഡർ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്സിനേഷൻ റിക്വയർമെൻറ്റിന് വേണ്ടുന്ന ഡയറക്ഷൻ മാത്രമാണത്, അല്ലാതെ മാൻഡേറ്ററി ആയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു ഓർഡർ അല്ല എന്നാണ്. ഈ ഒരു ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ റീസണും കൂടി കോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജനത്തെ ഫോഴ്സ്ഫുള്ളി വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് വെൽഫെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പർപ്പസിൻ്റെ വയലേഷൻ ആണെന്നാണ് ഹൈക്കോർട്ട് പറഞ്ഞത്. ഒരു ഗവൺമെൻറ് ഒരു ഓർഡർ പറഞ്ഞിട്ട് അത് മാൻഡേറ്ററി ആണെന്ന് പറയുമ്പം ഒരു ഇൻഡിവിജ്വലിൻ്റെ ആ ഒരു ബോഡ്ലി ഓട്ടോണമി അല്ലെങ്കിൽ ബോഡ്ലി ഇൻറ്റഗ്രിറ്റിയുടെ ആ ഒരു വയലേഷൻ ആണെന്നാണ് പറയുന്നത്. സിംപ്ലി ആർട്ടിക്കിൾ 21 വയലേഷൻ. കമ്പൽസറി വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 1880 ദി വാക്സിനേഷൻ ആക്ട് കൊണ്ടുവരുന്നത്. സോ ഈ ഒരു ആക്ട് പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുട്ടികൾക്കിടയിൽ സ്മാൾ പോക്സ് വാക്സിനേഷൻ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ആക്ട് പ്രകാരം സ്റ്റേറ്റ് കമ്പൽസറി ആയിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിൽ സെറ്റപ്പ് ചെയ്യണം. സോ ഈ ഒരു കൗൺസിലിലൂടെ കമ്പൽസറി വാക്സിനേഷൻ സ്കീംസ് എംപവർ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു. സോ ഒരു കമ്പൽസറി വാക്സിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കുകയാണെങ്കിൽ അത്തരം നിയമങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ്. സോ ജുഡീഷ്യൽ റിവ്യൂവും കൂടി പാസ്സാക്കും. അത് നാഷണൽ ലെവലിലുള്ള ജുഡീഷ്യൽ റിവ്യൂ മാത്രമല്ല, ഇൻ്റർനാഷണൽ കോർട്ട് വഴിയും ജുഡീഷ്യൽ റിവ്യൂവിന് അലോ ചെയ്യും. ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേഘാലയയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിച്ചത്, അവരുടെ പബ്ലിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കമ്പൽസറി വാക്സിനേഷൻ കൊണ്ടുവന്നത്. എന്നാൽ കോർട്ട് പറയുന്നത് എന്താണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രിവസിയുടെ വയലേഷൻ ആണെന്ന്.
റൈറ്റ് ടു പ്രിവസിയുമായി ബന്ധപ്പെട്ടുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് കേസാണ് പുട്ടുസ്വാമി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത്. ഈ കേസിലാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് റൈറ്റ് ടു പ്രിവസി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. എന്നാൽ സുപ്രീം കോർട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു പ്രിവസി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, പക്ഷേ ഈ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് അല്ല. ഗവൺമെൻറ്റിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടത്, മെഷേഴ്സ് എടുക്കേണ്ടത്. എന്തൊക്കെ മെഷേഴ്സാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡമിക് ഡിസീസ് ആക്ട് 1897. ഇതിൽ പ്രകാരം ഒരു എപ്പിഡമിക് ഡിസീസസിൻ്റെ സ്പ്രെഡിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റെഗുലേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാൻഡേറ്ററി ആയിട്ട് വാക്സിനേഷൻ എടുക്കണമെന്ന് പറയാനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കമ്പൽസറി വാക്സിനേഷൻ ഡ്രൈവുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COVID-19 നിന്ന് പബ്ലിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുമ്പം അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സും കൂടി കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ജനങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം. നമുക്കറിയാം സെക്കൻഡ് വേവിൽ ഏകദേശം 4 ലക്ഷം ജനങ്ങളാണ് മരണപ്പെട്ടത്. തേർഡ് വേവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സെനേറിയോയിൽ നമുക്ക് സോഷ്യൽ നീഡ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഇൻഡിവിജ്വൽ റൈറ്റ്സിനല്ല. സോ ഈ ഒരു കോർട്ട് ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ബെറ്റർ ആയിട്ടൊരു സജഷൻ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പൽസറി വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിഞ്ചൻ്റ് ആണ്. അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നു എന്നാണ് കോർട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മറ്റൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് വാക്സിൻ എടുക്കാതെ ഇത്തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് മോഡറേറ്റ് ആയിട്ടുള്ള ഫൈൻ ഇമ്പോസ് ചെയ്യുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് ഷെയർഡ് വാല്യൂസ്. സോ ഇന്നലെ നമ്മൾ ഇന്ത്യയുടെയും US-നും ഇടയിലുള്ള ആ ഒരു ഡെമോക്രറ്റിക് വാല്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, ഇന്നത് എഡിറ്റോറിയൽ പേജിലേക്ക് വന്നേക്കുവാണ്. സോ റീസെൻ്റ്ലി US-ൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിസിറ്റിൻ്റെ ഫലമായിട്ട് 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റർ ആയിരുന്നു, അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേഷൻ ഇൻ ദി ഇൻഡോ പസഫിക് റീജിയനിൽ ഫ്രീ ആൻഡ് ഓപ്പൺ സെക്യൂർ ആയിട്ടുള്ള ഒരു നാവിഗേഷൻ കൊണ്ടുവരണം, അതിന് വേണ്ടുന്ന ഒരു റൂൾ ബേസ്ഡ് ഓർഡർ കൊണ്ടുവരണം എന്നാണ് US-ൻ്റെയും ഇന്ത്യയുടെയും ഇടയിലുള്ള ഷെയർഡ് ആയിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെയും US-നും ഇടയിലുള്ള ഇൻഡോ പസഫിക് സ്ട്രാറ്റജിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവുന്നത് കോഡ് ഗ്രൂപ്പിംഗ് ആണ്. കോഡ് എന്ന് പറയുമ്പോൾ കോഡിലാറ്ററൽ 4 നേഷൻസ് ആണ് വരുന്നത്: ജപ്പാൻ, ഓസ്ട്രേലിയ, US, ഇന്ത്യ. സോ കോഡ് ഗ്രൂപ്പിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോ പസഫിക് സ്ട്രാറ്റജി തന്നെയാണ്. തേർഡ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ കോഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഫലമായിട്ട് ഇൻഡോ പസഫിക് റീജിയനിൽ ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള കോവിഡ് വാക്സിൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോഡ് ഗ്രൂപ്പിങ്ങിൻ്റെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫലമായിട്ട് US ഏകദേശം $25 മില്യൺ ആണ് അനൗൺസ് ചെയ്തത്. സോ ഇന്ത്യയുടെ വാക്സിനേഷൻ പ്രോഗ്രാമിൽ US-ൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള സപ്ലൈ ചെയിൻ സ്ട്രെങ്തൻ ചെയ്യാമെന്നും പ്രോമിസ് തന്നിട്ടുണ്ട്. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റേഴ്സ് ആയിരുന്നു. സോ ഇന്ത്യയുടെയും US-നും ഇടയിലുള്ള ന്യൂ ക്ലൈമറ്റ് ആക്ഷൻ പോളിസിയാണ് US-India ക്ലൈമറ്റ് ആൻഡ് ക്ലീൻ എനർജി അജണ്ട 2030 എന്ന് പറയുന്നത്. സോ ഈ ഒരു ന്യൂ ക്ലൈമറ്റ് ആക്ഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 2021 സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പാണ്. ഒരു ആർട്ടിക്കിളിൽ ഇന്ത്യയിലും US-നും ഇടയിലുള്ള ഷെയർഡ് വാല്യൂസ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യക്കും US-നും ഇടയിലുള്ള ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയനും പറഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റി റൈറ്റ്സ്, ഇന്ത്യയുടെ ആൻറ്റി കൺവേർഷൻ ലോ, ആർട്ടിക്കിൾ 370 റിവോക്കേഷൻ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ല്, ഒപ്പം തന്നെ മീഡിയയ്ക്കും ഡിസെൻറ്റിനും എതിരായിട്ടുള്ള ഫ്രീഡം ലിമിറ്റേഷൻസ്, റിലീജിയസ് ഫ്രീഡം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാറ്റേഴ്സിലാണ് US-ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ആ ഒരു ഒപ്പീനിയനിലുള്ള ഡിഫറൻസ് വന്നിട്ടുള്ളത്.
ഒരു ഡിഫറൻസസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ അഫെയർ മിനിസ്റ്റർ റിപ്ലൈ ചെയ്തത്. ഞങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ഇവിടെ കൊണ്ടുവന്നാലും അതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ചെയ്തിട്ടുള്ള തെറ്റുകളെ ശരിയാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അറ്റംപ്റ്റ് മാത്രമാണ്. ഹിസ്റ്റോറിക്കലി അങ്ങനെയുള്ള തെറ്റുകൾ ഉണ്ടാവുന്നത് ലാക്ക് ഓഫ് ഗവർണൻസ് കൊണ്ടാണ്. സോ അതിൻ്റെ കൺസിഡറേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് എന്നാണ് നമ്മുടെ എക്സ്റ്റേണൽ അഫെയർ മിനിസ്റ്റർ റിപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS-Paper 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. ദ ലോങ് റോഡ് ടു വിന്നിങ് ദ ബാറ്റിൽ എഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ട്രാഫിക്കിംഗ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ആർട്ടിക്കിളിൽ മെയിനായിട്ട് ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റാസ് ആണ് പറയുന്നത്. ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ ചൈൽഡ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ 2020 മുതൽ ജൂൺ 2021 കാലഘട്ടം വരെയുള്ള ഫോഴ്സ്ഡ് ലേബറുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 9,000 വരും. ഇതിൻ്റെ റിപ്പോർട്ട് പ്രകാരം പെർ ഡേ തന്നെ ഏകദേശം 21 കുട്ടികളാണ് ഫോഴ്സ്ഡ് ലേബറിന് വേണ്ടി കടത്തപ്പെടുന്നത്. മറ്റൊരു ഡേറ്റ പറയുകയാണെങ്കിൽ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വരുന്ന ഡിസ്ട്രസ് കോൾസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 44 ലക്ഷം വരും. ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്താണ്? ഇന്ത്യയിലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ക്രൈസിസ് ആണ്. ലോക്ക്ഡൗൺ വന്നതോടുകൂടി ലോങ് ടേം ആയിട്ടാണ് സ്കൂൾസുകൾ അടച്ചത്. ഒപ്പം തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഓരോ ഫാമിലിയിലും എക്കണോമിക് ക്രൈസിസുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഗേൾ ചൈൽഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ചൈൽഡ് മാരേജ് കൂടി വരികയാണ് ഇന്ത്യയിൽ. ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് 2020 വരെയുള്ള റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ൽ കൂടുതൽ കേസുകളാണ് ഗവൺമെൻറ് ട്രാക്ക് ചെയ്തേക്കുന്നത്. സ്റ്റേറ്റ് വൈസ് പറയുകയാണെങ്കിൽ മധ്യപ്രദേശിലെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഏപ്രിൽ 2021 തൊട്ട് മെയ് 2021 ഇടയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏകദേശം 391 ചൈൽഡ് മാരേജ് ആണ് എന്ത് ചെയ്തത്? ട്രാക്ക് ചെയ്തത്. ഒഡീഷയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കൗണ്ട് 726 വരും. ചൈൽഡ് മാരേജ് മാത്രമല്ല ഇപ്പം ഈ ഒരു സൊസൈറ്റിയിലുള്ള മേജർ ക്രൈസിസ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും ചൈൽഡ് ലേബർ കേസുകളാണെങ്കിലും കൂടി വരികയാണ്. മറ്റൊരു മേജർ ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ വന്നതോടുകൂടി എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇൻ്റർനെറ്റ് ആക്സസും കൂടി അല്ലേ? അതുകൊണ്ട് തന്നെ സൈബർ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഒരു സീരിയസ് ക്രൈമും കൂടി ഇവിടെ കൂടി വരികയാണ്. എല്ലാ വർഷവും ജൂലൈ 30-നാണ് യുണൈറ്റഡ് നേഷൻ വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ UN ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം പാൻഡമിക് ടൈമിൽ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ആണെങ്കിലും ട്രാഫിക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ആണെങ്കിലും ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ക്രൈസിസ് നമുക്കുണ്ട്. സോ ഈ ഒരു പാൻഡമിക് ടൈമിൽ ഇത്തരത്തിലുള്ള ക്രൈംസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻറ്റി ട്രാഫിക്കിംഗ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് ഈ ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്യുന്നത്.